വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളങ്ങനെ 10K ഫാമിലി ആയിരിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ഇന്നൊരു കേക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു മിറർ ഗ്ലേസ് കേക്കാണ് ചെയ്യുന്നത്. അതും മാർബിൾ എഫക്റ്റ് ഉള്ള മിറർ ഗ്ലേസ് കേക്കാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഗ്ലേസ് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ബട്ടർ ക്രീം ഐസിങ്ങിൻ്റെ റെസിപ്പി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാനും മറക്കരുത്. ബട്ടർ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇത്. ഞാൻ 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് ബീറ്ററിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബീറ്ററിൽ ഇതുപോലെ സ്റ്റാൻഡിങ് മിക്സർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ബീറ്റർ ഒരു ബൗളിൽ വെച്ചിട്ട് അടിക്കാറുള്ളത് അതുപോലെ അടിച്ചാൽ മതി. നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് കളർ ചേഞ്ചായി നല്ല വൈറ്റിഷ് കളറായിട്ട് വരും. അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങളൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോഴേ ബട്ടർ എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ട് പതിഞ്ഞ് കിട്ടുള്ളൂ. നമുക്കിത് നന്നായിട്ട് പതപ്പിച്ചിട്ട് എടുക്കണം. ഇതിൻ്റെ ഡബിൾ വോളി ആവുന്നത് വരെയെങ്കിലും നമുക്കിത് പതപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇടയിലിടയിൽ ഇതുപോലെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നടുവിലേക്കാക്കി കൊടുക്കാൻ ആരും മറക്കരുത്. ഒരു 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴേ നമുക്ക് ശരിക്കുള്ള ബട്ടർ ക്രീം റെഡി ആവുള്ളൂ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ക്രീമൊക്കെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു സ്പാച്ചുല കൊണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഷുഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയാണോ ബട്ടർ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളാണ് എടുക്കേണ്ടത്. ഐസിങ് ഷുഗറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 500 ഗ്രാം ഐസിങ് ഷുഗർ. 500 ഗ്രാം ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാച്ചായിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നത്. നമുക്കിത് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഐസിങ് ഷുഗറും പൗഡർഡ് ഷുഗറൊക്കെ സെയിം അല്ലേ എന്നുള്ളത്. ഐസിങ് ഷുഗറും പൗഡർ ഷുഗറൊക്കെ സെയിം ഒക്കെ തന്നെയാണ്. അതുപോലെ കൺഫെക്ഷണറി ഷുഗർ എന്ന് വരുന്ന സാധനം സെയിം ആണ്. പക്ഷേ നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന പഞ്ചസാരനേക്കാളും ഒന്നും കൂടെ ഫൈൻ പൗഡർ ആയിരിക്കും. അതുപോലെ കോൺസ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റും ഉണ്ടാവും അതിൽ. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ ക്രീം ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വേറെ ഫ്ലേവറിംഗ് ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രീം തിക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ക്രീമോ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയാണ്. ഇത്രേ ക്രീമിൻ്റെ പണി വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഐസിങ് ചെയ്യാം. ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേക്ക് ട്രേൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള കേക്ക് ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 kgൻ്റെ കേക്കാണ്. പിന്നെ ഞാൻ കുറച്ച് പ്ലെയിൻ ഷുഗർ സിറപ്പ് നമ്മൾ കേക്കിലൊക്കെ ഒഴിക്കുന്ന പോലെ പഞ്ചസാരയും വെള്ളം കൂടി മെൽറ്റ് ചെയ്തെടുത്താണ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ ക്രീം മേലെ തേച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇത് ലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയറിലുള്ള ബട്ടർ ക്രീമാണ് ഇപ്പോൾ തേക്കുന്നത്. ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു മിക്സി കേക്കാണ്. മിക്സിയിൽ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് മിക്സ് ആക്കി എടുത്തിട്ട് ഓവനിലോ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലെയറും വെച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ ക്രീം തേച്ച് കൊടുക്കുകയാണ്. ബട്ടർ ക്രീം കൊണ്ട് കേക്ക് ഐസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള സംഭവമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 3ആമത്തെ കേക്ക് ഞാൻ തല തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടോപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ക്രീം മുകളിലും സൈഡിലുമായിട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഫസ്റ്റ് കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചുലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ ആയിട്ട് പരന്നിട്ടുള്ള ഒരു കത്തി എടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചെടുത്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് കോട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. ബട്ടർ ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ ബട്ടർ ക്രീം യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗനാഷ് ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന മിറർ ഗ്ലേസ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും ബെസ്റ്റ് സ്മൂത്ത് സർഫേസുള്ള കേക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ക്രീം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ ബട്ടർ ക്രീം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ചീസ് കേക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതാകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ടെടുക്കാം. നിങ്ങളൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അപ്പോഴേക്കും നിങ്ങൾ ക്രീം ഒന്ന് സെറ്റായിട്ടുണ്ടാവും.
ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ട് തണുപ്പിക്കണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. ഈ ഒരു സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂണ് പച്ചവെള്ളത്തിലേക്ക് 1 സാഷെ ജലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ml ആണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ബ്ലൂം ആവാൻ വേണ്ടി മാറ്റി വെക്കണം. 1 സാഷെ ജലാറ്റിൻ എന്ന് പറയുന്നത് 10 ഗ്രാം ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു സോസ് പാനിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാ പച്ച വെള്ളം തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിക്കണം. അത്രയാണ് ഇതിൻ്റെ കണക്ക്. അതിലേക്ക് ഒരു 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓണാക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന സമയം വരെ അടുപ്പത്ത് വെക്കണം. ഒരുപാടൊന്നും ബോയിൽ ആവണ്ട, ജസ്റ്റ് ഇതിൽ തിള വന്നാൽ മാത്രം മതി. ആ ഒരു സമയം കൊണ്ട് പഞ്ചസാരയും മെൽറ്റായി കിട്ടും. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നമ്മൾ നേരത്തെ ബ്ലൂം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം. ഈ മിക്സ്ചർ ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ജലാറ്റിൻ അങ്ങനെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ സമയത്ത് അടുപ്പ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ജലാറ്റിൻ ചേർക്കുന്നത്. ഈ ചൂടിൽ തന്നെ ജലാറ്റിൻ മെൽറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ വേറൊരു ബൗളിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചൂടുള്ള ജലാറ്റിന് മെൽട്ടായിട്ടുള്ള മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇളക്കാനൊന്നും പാടില്ല. നിങ്ങളൊരു 3-4 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഈ ചൂടിൽ തന്നെ ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടായി കിട്ടും. നിങ്ങൾക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഞാൻ 225 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തത്. നമുക്ക് ഈ മിക്സ്ചർ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്തെങ്കിലും തരിയോ കട്ടയോ ജലാറ്റിൻ്റെതാണെങ്കിലും ചോക്ലേറ്റിൻ്റെതാണെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം കുറച്ച് ലിക്വിഡായിട്ടുള്ള മിക്സ്ചറാണ്. പിന്നെ ഇതിപ്പോൾ ചെറിയ ചൂടും ഉണ്ട്. ഇത് അരിച്ച് കഴിഞ്ഞാൽ ചൂട് തണഞ്ഞിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിക്കാനായിട്ട്. ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ഐസിങ് ഒക്കെ കേടായിപ്പോവും. അപ്പം ചൂട് തണഞ്ഞിട്ട് വേണം അത് ഒഴിക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം മിക്സ്ചർ ഉണ്ടാവേണ്ടത്. പിന്നെ ഒരിക്കലും നിങ്ങളത് മിക്സ് ചെയ്യുന്ന സമയത്ത് വിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് വരും. നന്നായിട്ട് ഇളക്കാനേ പാടുള്ളൂ. ഫുൾ ടൈം ഇളക്കിയിട്ട് തന്നെ വേണം ഇതൊക്കെ മെൽറ്റ് ചെയ്യാനും ആക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫിംഗർ തൊട്ട് നോക്കുമ്പോൾ ചൂട് കുറേ പോയിട്ടുണ്ട്. ഞാനിതിനെ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഹാഫാക്കി എടുത്തതിൽ റെഡ് ഫുഡിൻ്റെ കളർ ചേർക്കുകയാണ്. ജെൽ കളറാണ് ചേർക്കുന്നത്. ലിക്വിഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കളർ ഇങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ജെൽ ഫുഡിൻ്റെ കളർ തന്നെ ചേർക്കുന്നത്. വേറെ ചെറിയൊരു ബൗളിൽ കുറച്ച് റെഡ് കളറും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊന്ന് പിങ്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. വൈറ്റ് ഫുഡ് കളറും നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇതും ജെല്ലിൻ്റെ ബേസ് ആയിട്ടുള്ള കളർ തന്നെയാണ്. അപ്പോൾ വൈറ്റും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറും കൂടെ ആക്കുന്നുണ്ട്. മൂന്നാമത്തെ പോർഷനിൽ ഞാൻ വൈറ്റ് ഫുഡ് കളർ തന്നെയാണ് ചേർക്കുന്നത്. ഞാൻ 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മാർബിൾ എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കളറിലാക്കിയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇത് 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ആദ്യം റെഡ് കളറിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ടുണ്ട്. നടുവിലായിട്ട് കുറച്ച് പിങ്കിൻ്റെതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലേസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ടോ ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രീസായി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയൊരു ട്രേൻ്റെ അകത്ത് ഒരു ടിന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെക്കേണ്ടത്. കേക്ക് വലിയ ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് കേക്കിനേക്കാളും ചെറിയൊരു ട്രേയിൽ വെച്ചതിന് ശേഷം വേണം ഈ ഒരു ടിന്നിൻ്റെ മേലെ വെക്കാനായിട്ട്. അപ്പോഴേ ഈ എക്സ്ട്രാ ഉള്ള ഗ്ലേസ് താഴോട്ട് ഉറ്റി പോവുള്ളൂ. ഇനി നമുക്ക് ഗ്ലേസ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലേസ് സെറ്റ് ആവുന്നതിന് മുന്നേ വേണം നിങ്ങൾ ഒഴിക്കാനായിട്ട്. നിങ്ങൾ ഒരേ സമയം ഈ ബൗളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് സെറ്റായിപ്പോവും. നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ സൈഡിലേക്കായിട്ടാണ് ഒഴിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗ്ലേസ് എക്സ്ട്രാ ഉള്ളത് താഴോട്ട് ഉറ്റിപ്പോവുള്ളൂ. ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസി തന്നെ വേണം. ഏതെങ്കിലും സൈഡൊക്കെ കവർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഉള്ള ഗ്ലേസ് ഇതുപോലെ സൈഡിൽ നിന്ന് ഉറ്റിയിട്ട് വീഴണം. അതിനുശേഷം ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ ഒന്ന് വടിച്ചെടുത്തിട്ട് ക്ലീൻ ആക്കിയെടുത്താൽ മാത്രം മതി. എക്സ്ട്രാ വരുന്ന ഗ്ലേസ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ 1 മാസം വരെ സ്റ്റോർ ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് ഒന്ന് ഓളിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ട് ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് മുകളിലെ ലെയർ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഒഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലേസിൻ്റെ മേലെ പറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന കേക്കാണ്. ഇനി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്ന് മൂടിപ്പോയ പോലെ, അതായത് കണ്ടൻസ് ആയ പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ കൈ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, വീണ്ടും ആ ഗ്ലേസ് എഫക്റ്റ് കിട്ടും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്